ഹായ് സ്റ്റുഡൻസ്, ഓക്കെ, നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദ ട്രിപ്പ് ഓഫ് ലാഹോർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എല്ലാവരൊക്കെ ടെക്സ്റ്റ് ഉള്ളവരൊക്കെ അത് വീട്ടിൽ നിന്ന് വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പേജ് നമ്പർ 81 അല്ലേ പറഞ്ഞു നിർത്തിയത്. പേജ് നമ്പർ 81 നമ്മുടെ ആകാശത്തു കൂടെയുള്ള ആ യാത്ര, നമ്മുടെ ഓദറും ലെഫ്റ്റനന്റ് മാലറ്റും ക്യാപ്റ്റൻ ജോവിസും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ലാഹോർ എന്ന് പറയുന്ന ബാസ്കറ്റിൽ ഒരു ബലൂണിൻ്റെ കൂടെയുള്ള ഒരു ആകാശയാത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് പേജ് നമ്പർ 81 അല്ലേ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റൊക്കെ വാങ്ങിയോ? കുറേ പേര് ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റൊക്കെ ഉണ്ടോ? വായിച്ച് നോക്കിയോ? മേടിച്ച് വായിച്ച് നോക്കിക്കൊള്ളു കേട്ടോ. ഓക്കെ, കേട്ടോളൂ. At times we rise and then descend. Every few minutes, Lieutenant Mallet suspended his cover of netting, says to Captain Jarvis, "We are descending. Throw down a halfway handful." And the captain, who is taking and laughing with us, with a bag full of ballast between his legs, takes the handful of sand out of the bag and throws it overboard. അല്ലേ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവർ ആകാശത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അവർ ഡിസെൻഡ് ചെയ്യാണോ അസെൻഡ് ചെയ്യണോ എന്നുള്ളത് അവരുടെ കൈവശം വെച്ചിട്ടുള്ള മണലും പേപ്പർ കഷ്ണങ്ങളും ഒക്കെ താഴേക്ക് ഇടുമ്പോഴേക്ക് അവർക്ക് മനസ്സിലാകും അവർ ഉയർന്നു പോവുകയാണോ അതോ താഴേക്ക് വരികയാണോ എന്ന്. ഉയർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്റ്റോൺസും നമ്മുടെ സാൻഡ് പീസും അതുപോലെ തന്നെ പേപ്പർ പീസും എല്ലാം തന്നെ ഒരു സ്റ്റോൺ പോലെ താഴേക്ക് വരികയും, ഇവർ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ വളരെ വേഗത്തിൽ മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞ ദിവസം അല്ലേ. അടുത്ത പാരഗ്രാഫോട്ട് നമുക്ക് കേൾക്കാം. Nothing is more amusing, more delicate, more interesting than the maneuvering of the balloon. It is an enormous toy, free and docile, which obeys with a surprise and sensitiveness. But it is also, and before all, the slave of the wind, which we cannot control. A pinch of sand, half a sheet of paper, 1 or 2 drops of water, the bones of a chicken which we have just eaten, then our boat makes it go quickly. നോക്കിക്കോളൂ. Nothing is more amusing, more delicate than, more interesting than the maneuvering of the balloon. Nothing is more amusing. ഇത്രയും രസാവഹമായ മറ്റൊന്നും തന്നെ ഇല്ല. മോർ ഡെലിക്കേറ്റ്, വളരെ ഭംഗിയാണ്. മോർ ഇൻട്രസ്റ്റിംഗ്, വളരെ രസാവഹമാണ്. ദാൻ ദ മാനേവറിംഗ് ഓഫ് ദ ബലൂൺ, ഈ ബലൂണിൽ കൂടി ഉള്ള യാത്രയേക്കാൾ ഉപരിയായി മറ്റൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. ഇറ്റ് ഈസ് എൻ എനോർമസ് ടോയ്. എന്താണ്? ഒരു എനോർമസ് ആയ വളരെ വലിയൊരു ടോയ് പോലെ കാണപ്പെട്ടു എന്നാണ്. ഇറ്റ് ഈസ് എൻ എനോർമസ് ടോയ്, ഫ്രീ ആൻഡ് ഡോസിൽ, വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. വിച്ച് ഒബൈസ് വിത്ത് എ സർപ്രൈസിംഗ് സെൻസിറ്റീവ്നെസ്. But it is also and before all the slave of the wind. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ടോയ് പോലെ, വലിയൊരു എനോർമസ് ആയിട്ടുള്ള ഒരു ടോയ് പോലെ കാണപ്പെടുന്നു നമ്മുടെ ഈ ബലൂൺ എന്ന് പറയുന്നത്. ആൻഡ് ബിഫോർ ഓൾ ദ സ്ലേവ് ഓഫ് ദ വിൻഡ്. ഒരു സ്ലേവ് ഓഫ് ദ വിൻഡ് മീൻസ് കാറ്റിന്റെ അടിമ. ദാറ്റ് മീൻസ് കാറ്റിനെ ആശ്രയിച്ച് സഞ്ചരിക്കുന്ന ഒന്ന്. വിച്ച് വി കനോട്ട് കൺട്രോൾ, നമുക്ക് അധികം ഒന്നും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എ പിഞ്ച് ഓഫ് സാൻഡ്, ഒരു നുള്ളു മണലോ, ഹാഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ, ഹാഫ് ഷീറ്റ് പേപ്പറിന്റെ കഷ്ണങ്ങളോ, 1 or 2 drops of water, 1 or 2 തുള്ളി വെള്ളമോ, the bones of the chicken which we have just eaten, നമ്മൾ എപ്പോഴും കഴിച്ച ചിക്കന്റെ ബോൺസ് ഒക്കെ തന്നെ throw down overboard makes it go up quickly. ഇതൊക്കെ അങ്ങോട്ട് തറയിലേക്കുമ്പോഴേക്കോ നമ്മൾ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഉയർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വേഗത്തിൽ താഴേക്ക് വീഴുകയും, നമ്മൾ പക്ഷേ താഴ്ന്ന് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വേഗം മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയെന്ന് പറയുന്നത് നമ്മുടെ ഓദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭയങ്കരമായങ്ങ് ഇഷ്ടപ്പെട്ടു. The earth sleeps now. ഭൂമി ഇപ്പോൾ ഉറങ്ങുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം ഉറങ്ങാണ്. Or rather, men sleeping on the earth, for the beasts awakened by the sight of our balloon announce our approach everywhere. The earth sleeps now. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ ഉറങ്ങുകയാണ്. Or rather, men sleep on the earth. ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം തന്നെ ഇപ്പൊ നല്ല ഉറക്കത്തിലായിരിക്കും. But for the beasts awakened by the sight of our balloon. പക്ഷെ നമ്മുടെ ഈ ബലൂണിന്റെ കാഴ്ച കണ്ടു, ബലൂൺ പോകുന്ന കാഴ്ച അല്ലെങ്കിൽ അതിന്റെ വെട്ടം കണ്ടുകൊണ്ട് ആ ബീസ്റ്റുകളെല്ലാം തന്നെ, മൃഗങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഉണർന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. For the beasts awakened by the sight of our balloon announce our approach everywhere. നമ്മുടെ ഒരു സമീപം എല്ലായിടത്തും ഉണ്ടോ എന്നുള്ള ഇത് കണ്ടുകൊണ്ട് മറ്റ് മൃഗങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഉണർന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. A strong and continuous order of the gas can be plainly observed.
We must have encountered a current of warm air and the balloon expands, losing its invisible blood by the escape valve. We are rising. The earth no longer gives back the echo of our trumpets. We have risen almost 2,000 feet. It is not light enough for us to consult the instruments. We only know the rice paper falls from us like a dead butterflies. That we are rising, always rising. We can no longer see the earth. A light mist separates us from it, and above our head twinkles a world of stars. A strong and continuous order of the gas can be plainly observed. നമ്മൾ മൂടൽമഞ്ഞുള്ള ഒരു പ്രദേശത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. വി മസ്റ്റ് ഹാവ് എൻകൗണ്ടർഡ് എ ഫ്രഷ് ഓഫ് വാം എയർ ആൻഡ് ദ ബലൂൺ എക്സ്പാൻസ്. ഒരു വാം എയർ, ചൂടുള്ള എയറിലേക്ക് നമ്മൾ കയറിയപ്പോഴേക്ക് ബലൂൺ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തു, കുറച്ചുകൂടി വീർത്തു. ആൻഡ് ബലൂൺ എക്സ്പാൻസ് ലൂസിങ് ഇറ്റ്സ് ഇൻവിസിബിൾ ബ്ലഡ് ബൈ ദി എസ്കേപ്പ് വാൽവ്. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്തൊരു എയറിൻ്റെ ഒരു പ്രഷർ ഉണ്ട് അല്ലേ? ആ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കുറേ എയർ ആ എസ്കേപ്പ് വാൽവ് വഴി കുറേ എയറൊക്കെ അവർ നീക്കം ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ വീണ്ടും ഉയർന്നു പോവുകയാണ് മുകളിലോട്ട്. We are rising. The earth no longer gives back the echo of our trumpets. നമ്മുടെ ഉപകരണങ്ങൾ, നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന ഉപകരണങ്ങളിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്കിപ്പോൾ 2000-ഓളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈറ്റ് ഇനഫ് ഫോർ us to consult the instruments. നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ It is not light enough for us to consult the instruments. We only know that the rice paper falls from us like dead butterflies. നമ്മളിപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആ പേപ്പറുകളും മറ്റുമൊക്കെ താഴേക്ക് ഇടുമ്പോഴേക്ക് ആ പേപ്പറുകളെല്ലാം തന്നെ ഒരു ഡെഡ് ബട്ടർഫ്ലൈസിനെ പോലെ താഴേക്ക് വന്ന് വീഴുകയാണ്. We are only the rice paper falls from the like dead butterflies that we are rising, always rising. നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. We can no longer see the earth. നമുക്കിപ്പോൾ ഭൂമി അധികം കാണാൻ കഴിയുന്നില്ല. എ ലൈറ്റ് മിസ്റ്റ് സെപ്പറേറ്റ്സ് അസ് ഫ്രം ഇറ്റ്. ഭൂമിക്ക് നമുക്കിടയിൽ ഒരു മിസ്റ്റ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് എബവ് അവർ ഹെഡ് ട്വിങ്കിൾസ് എ വേൾഡ് ഓഫ് സ്റ്റാർസ്. മുകളിലായിട്ട് ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ വളരെ ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എ സിൽവറി ലൈറ്റ് അപ്പിയേഴ്സ് ബിഫോർ us and makes the sky turn pale, and suddenly as if it is rising from unknown depths behind the horizon below us rises the moon on the edge of a cloud. It seems to be coming from below while we are looking down upon it from a great height, leaning over the edge of a basket like an audience on a balcony. Clear and rounded, it emerges from the clouds and slowly rises in the sky. A silvery light appears before us. ഒരു സിൽവറി ലൈറ്റ് നമ്മുടെ മുന്നിൽ വന്നു. ആൻഡ് ബിഫോർ us and makes the sky turn pale. സ്കൈ ഒരു പെയിൽ, വളരെ ഒരു പെയിലേക്ക് മാറി. ദാറ്റ് മീൻസ് അവിടെ ഒരു സിൽവർ ലൈറ്റ് അവിടെ അപ്പിയർ ചെയ്തു. ആൻഡ് സഡൻലി ആസ് ഇഫ് ഇറ്റ് ഈസ് റൈസിംഗ് ഫ്രം അൺനോൺ ഡെപ്ത്സ്. ഇവിടെ നിന്ന് ഒരു അൺനോൺ ഡെപ്തിൽ നിന്ന് വരുന്നത് പോലെ നമ്മുടെ മുന്നിൽ അവിടെ ഒരു വെളിച്ചം വന്നു എന്നാ പറയാം. ആസ് ഇഫ് ഇറ്റ് ഈസ് റൈസിംഗ് ഫ്രം ദ അൺനോൺ ഡെപ്ത്സ് ബിഹൈൻഡ് ദ ഹൊറൈസൺ ബിലോ us rises the moon on the edge of a cloud. ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് മൂൺ അവിടെ പ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഒരു അൺനോൺ ഡെപ്ത്സിൽ നിന്ന് ആ മൂൺ വന്നതുപോലെ തോന്നുന്നു. ഇറ്റ് സീംസ് ടു ബി കമ്മിങ് ഫ്രം ബിലോ. ആ മൂൺ വന്നത് നമ്മുടെ എന്താണ്, നമ്മളിപ്പോൾ വളരെ ഉയർന്നു നിൽക്കുകയും താഴെ നിന്നാണ് മൂൺ ഇങ്ങനെ പ്രത്യക്ഷമായെന്ന് നമുക്ക് തോന്നുന്നത്. വൈൽ വി ആർ ലുക്കിംഗ് ഡൗൺ അപ്പോൺ ഇറ്റ് ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ്. വളരെ വലിയൊരു ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ താഴേക്ക് ഈ മൂണിനെ നോക്കി കാണുന്നു. ദാറ്റ് മീൻസ് അത്രയും ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലീനിങ് ഓവർ ദ എഡ്ജ് ഓഫ് അവർ ബാസ്കറ്റ്. നമ്മുടെ ആ ബാസ്കറ്റിന്റെ വിളിമ്പിലും വന്ന് നിൽക്കുമ്പോൾ ലൈക്ക് എൻ ഓഡിയൻസ് ഓൺ എ ബാൽക്കണി. നമ്മൾ ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു ഓഡിയൻസ് ഇപ്പോൾ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ബാസ്കറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷമാവുന്നത് ഈ മൂൺ പ്രത്യക്ഷമാവുന്നത്. It is coming from below while we are looking down upon it from a great height, leaning on the edge of our basket like an audience on the balcony. Clear and rounded, it emerges from the clouds and slowly rises in the sky. Clear and round, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ കാണാം. ആൻഡ് റൗണ്ട് ഇറ്റ് എമർജസ് ഫ്രം ദ ക്ലൗഡ്സ്. ഇത് ക്ലൗഡിൽ നിന്ന് ഉയർന്നു വന്നാണ്. ആൻഡ് സ്ലോലി റൈസ് ഇൻ ദ സ്കൈ. അല്ലേ, ആകാശത്ത് പ്രത്യക്ഷമായതുപോലെ നമുക്കിത് തോന്നുന്നു. അടുത്ത പാരഗ്രാഫ് കേട്ടോളൂ. The earth no longer seems to exist. It is buried in milky vapors that resemble the sea. We are now alone in space with the moon, which looks like another balloon traveling opposite us. Another larger moon, a world wandering in the sky amid the stars through infinity.
We no longer speak, think, or live. We float along through space in delicious inertia. We have become something indescribable, birds who do not even have to flap their wings. The earth no longer seems to exist. ഭൂമി എന്നൊന്നുണ്ടോ എന്ന് തന്നെ നമുക്കിപ്പോൾ സംശയം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബറീഡ് ഇൻ ദ മിൽക്കി വേപ്പേഴ്സ് ദാറ്റ് റിസംബിൾ ദ സീ. അപ്പോൾ മിസ്റ്റ് കാരണം, മൂടൽമഞ്ഞ് കാരണം ഇപ്പോൾ നമുക്ക് എന്താണ്, ഭൂമിയെ കാണാനേ പറ്റുന്നില്ല. അവിടെയൊക്കെ ഒരു മിൽക്കി വേപ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. വി ആർ നൗ എലോൺ ഇൻ സ്പേസ് വിത്ത് ദ മൂൺ. സ്പേസിൽ നമ്മൾ മൂണിനോടൊപ്പം നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്. വിച്ച് ലുക്സ് ലൈക്ക് അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റസ്. ഇത് മറ്റൊരു ബലൂൺ, നമ്മുടെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന മറ്റൊരു ബലൂണിനെ പോലെ തോന്നുന്നു. വിച്ച് ലുക്സ് ലൈക്ക് അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റസ് ആൻഡ് അവർ ബലൂൺ വിച്ച് ഷൈൻസ് ഇൻ ദ എയർ അപ്പിയേഴ്സ് ലൈക്ക് അനദർ ലാർജർ മൂൺ. ആൻഡ് അവർ ബലൂൺ, നമ്മുടെ ബലൂൺ ഉണ്ടല്ലോ, വിച്ച് ഷൈൻസ് ഇൻ ദ എയർ, എയറിൽ ഇത് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു. അപ്പിയേഴ്സ് ലൈക്ക് അനദർ, മറ്റൊരു മൂണിനെ പോലെ തോന്നുന്നു. എ ലാർജർ മൂൺ, എ വേൾഡ് wandering in the sky amidst the stars through infinity. അനന്തതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന്. which shines in the air appears like another moon, a larger moon. നമ്മുടെ ബലൂൺ ഉണ്ടല്ലോ, നേരത്തെ ഇവിടെ കണ്ടതുപോലെ മറ്റൊരു മൂണിനെ പോലെ നമ്മുടെ ബലൂൺ തോന്നുന്നു. എ വേൾഡ് വാണ്ടറിംഗ് ഇൻ ദ സ്കൈ എമിഡ് ദ സ്റ്റാർസ്, നക്ഷത്രങ്ങളിടയിൽ നമ്മൾ വാണ്ടർ ചെയ്യുന്ന പോലെ തോന്നുന്നു. ത്രൂ നമ്മൾ അനന്തതയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. വി നോ ലോങ്ങർ സ്പീക്ക്, നമ്മൾ തങ്ങൾ സംസാരിക്കുന്നില്ല. തിങ്ക് ഓർ ലീവ്, ചിന്തിക്കുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. വി ഫ്ലോട്ട് അലോങ് ത്രൂ ദ സ്പേസ് ഇൻ ഡെലീഷ്യസ് എനർഷ്യ. ജഡത്വം, ജഡത്വം നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗിൽ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ്. ഏകദേശം 2000 അടി ഭൂമിയിൽ നിന്ന് അടി ഉയരത്തിൽ നമുക്ക് നിൽക്കുമ്പോഴേക്ക് നമുക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അന്തരീക്ഷത്തിൽ പൊന്തി കിടക്കുന്നത് പോലെ ഒരു അവസ്ഥ. വി ഹാവ് ബിക്കം സംതിങ് ഇൻഡിസ്ക്രൈബിൾ. ഈ ഒരു അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ബേർഡ്സ് ഡു നോട്ട് even have to flap their wings. പക്ഷികൾക്ക് birds do not have even to flap their wings. അങ്ങനെ ചിറകിട്ടടിക്കാൻ പോലും കഴിയാത്ത പക്ഷികളെ പോലെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. birds do not even flap their wings. നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയുള്ളൊരു അവസ്ഥയിലാണ്. ആ പാരഗ്രാഫ് പറയാം. ഓക്കെ, the earth no longer seems to exist. It is buried in the milky vapors that resembles a sea. We are now alone in space with the moon, which looks like another balloon traveling opposite us. And our balloon, which shines in the air, appears like another larger moon. A world wandering in the sky amid the stars through infinity. We no longer speak, think, nor live. We float along through space in delicious inertia. We have become something indescribable, birds who do not even have to flap their wings. ഇനി അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പോകാം. All memory has disappeared from our minds, all trouble from our thoughts. We have no more regrets, plans, nor hopes. We look, we feel, we wildly enjoy this fantastic journey. Nothing in the sky but the moon and ourselves. We are a wandering, traveling world like our sisters, the planets, and this little world carries 5 men who have left the earth and who have almost forgotten it. The barometers mark 1200 meters, then 13, 14, 15 and 100, and the little rice papers still fall about us. All memory has disappeared from our minds. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ മെമ്മറീസും ഡിസപ്പിയർ ചെയ്തുപോലെയായി. ഓക്കെ, നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്തയുമില്ല. All memory has disappeared from our minds, all trouble from our thoughts. എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് പോയി, അല്ലേ? നമുക്ക് മനസ്സിലിപ്പോൾ അസ്വസ്ഥമായിട്ടുള്ള ചിന്തകളോ ഒന്നും തന്നെ ഇല്ല, ട്രബിൾസ് ഒന്നും തന്നെ ഇല്ല. വി ഹാവ് നോ മോർ റിഗ്രറ്റ്സ്, നമുക്ക് പശ്ചാത്താപങ്ങളില്ല, നമുക്ക് പ്ലാനുകളില്ല, നമുക്ക് പ്രതീക്ഷകളില്ല. നമ്മുടെ മനസ്സ് ഏകദേശം ശൂന്യമായതുപോലെ കാണപ്പെടുകയാണ്. വി ലുക്ക്, we feel, we wildly enjoy this fantastic journey. നമ്മൾ ഈ ഒരു ഫാന്റാസ്റ്റിക്കായ മനോഹരമായ ഈ ഒരു യാത്രയെ നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നു. Nothing in the sky but the moon and ourselves. ആകാശത്ത് മറ്റൊന്നുമില്ല, നമ്മളും
ആ മൂന്നും മാത്രം. വി ആർ എ വാണ്ടറിങ് ട്രാവലിംഗ് വേൾഡ്. വളരെ ഒരു അലഞ്ഞിരിക്കുന്ന പോലെ ഒരു നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അവർ സിസ്റ്റേഴ്സ് ദ പ്ലാനറ്റ്സ് ആൻഡ് ദിസ് ലിറ്റിൽ വേൾഡ് കാരീസ് 5 men who have left the earth. ഈ 5 മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ട പോലുള്ള 5 മനുഷ്യര്, നമ്മൾ കുറേ നക്ഷത്രങ്ങളും മൂണും നമ്മളും മാത്രം. who have almost forgotten. ഭൂമിയിലുള്ള ആൾക്കാർ നമ്മളെ മറന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുപോലെയുള്ള ഒരവസ്ഥ. ദ ബാരോമീറ്റേഴ്സ് മാർക്ക് 1200 meters. ബാരോമീറ്റേഴ്സിൽ 1200 meter ഇവിടെ കാണിച്ചു. then 13, 14, 1500 and the rice papers still fall about us. വീണ്ടും ഈ റൈസ് പേപ്പേഴ്സ് ഇടുമ്പോഴേക്ക് അതെല്ലാം താഴേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ വീണ്ടും ഉയർന്നു പോവുകയാണ് അല്ലേ? അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. All memory has disappeared from our minds, all trouble from our thoughts. We have no more regrets, plans nor hopes. We look, we feel, we wildly enjoy this fantastic journey. Nothing in the sky but the moon and ourselves. We are a wandering, traveling world like our sisters, the planets, and this little world carries 5 men who have left the earth and who have almost forgotten it. The barometers mark 1200 meters, then 13, 14, 1500, and the little rice papers still fall about us. We are now at 2000 meters. We go up to 2350. Then the balloon stops. We blow the siren and surprise that no one answers us from the stars. We are now going down rapidly. Mr. Mallet keeps crying, throw out more ballast, and the sand and the stone that throws over comes back to our faces as if they are going up. Throws from below towards the stars, so rapid is our descent. Here is the earth. Where are we? It is now past midnight. We are crossing a broad, dry, well-cultivated country. To the right is a large city, and farther away to the left is another. But suddenly, from the earth appears a bright fairy light. It disappears, reappears, and once more disappears. But one hardly has the time to see them as the balloon passes quickly as the wind. We are now at 2000 meters. 2000 മീറ്ററിലേക്ക് ഉയരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. We go up 2350. 2350 അടി ഉയരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആൻഡ് then the balloon stops. അത്രയും അടി ഉയരത്തിൽ എത്തിയിട്ട് ബലൂൺ അങ്ങ് സ്റ്റോപ്പായി. ആലോചിച്ച് നമ്മൾ വീഗാലാൻഡിലും മറ്റൊക്കെ റൈഡിൽ കയറുമ്പോൾ ജെയിൻവീലിൽ കയറുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഉയർത്തി ചെന്നിട്ട് അതങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ അല്ലേ? അതിനകത്തൊക്കെ ചെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു അതിങ്ങനെ വരുന്നൊരു വരവുണ്ടല്ലോ താഴേക്ക്. അതുപോലെയാണ് ഇവർ ഏറ്റവും മുകളിൽ ചെന്നിട്ട് അവിടെ അങ്ങ് സ്റ്റോപ്പായി അല്ലേ? We are now at 2000 meters. We go up to 2350. Then the balloon stops. We blow the siren and surprise that no one answers us from the stars. നമ്മൾ ആ സൈറണൊക്കെ വെച്ച് ശബ്ദമൊക്കെ പ്രകടിപ്പിച്ചു. ആരെങ്കിലും അവിടെ ഉണ്ടോ നമ്മുടെ വിളി കേൾക്കുവാനായിട്ട്, വിളിക്ക് കാതോർക്കുവാനായിട്ട്? ആരും തന്നെ ഇല്ല അല്ലേ? We blow the siren and surprise that no one answers us from the stars. We are going down rapidly. എന്നിട്ട് അവിടെ നിന്ന് ഒറ്റ വരവാണിങ്ങ് താഴേക്ക്. മിസ്റ്റർ മാലറ്റ് കീപ്സ് ക്രൈയിങ്. മാലറ്റ് എന്ന് പറയുന്ന നമ്മുടെ സഹയാത്രികൻ എന്ത് ചെയ്തു പറഞ്ഞു, ത്രോ ഔട്ട് മോർ ബലാസ്റ്റ്. അപ്പോൾ നമ്മുടെ സാൻഡോ പേപ്പറോ ഒക്കെ താഴേക്ക് ഇടാൻ പറഞ്ഞു. ആൻഡ് ദ സാൻഡ് ആൻഡ് ദ സ്റ്റോൺ വി ആർ ത്രോൺ ഓവർ. നമ്മൾ താഴേക്ക് ഇടുന്ന സാൻഡും പേപ്പറും ഒക്കെ തന്നെ കം ബാക്ക് ടു അവർ ഫേസ് ആസ് ഇഫ് ദേ ആർ ഗോയിങ് അപ്പ്. ഇടുമ്പോൾ തന്നെ അത് തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് അടിക്കാൻ. ദാറ്റ് മീൻസ് നമ്മൾ താഴേക്ക് പോവാണ് അല്ലേ? That they are going up, thrown from below towards the stars. So rapid is our descent. അത്രയും വേഗത്തിലായിരുന്നു നമ്മുടെ താഴേക്കുള്ള ഈ ഒരു വരവ് എന്ന് പറയുന്നത് അല്ലേ? We are now going down rapidly. Mr. Mallet keeps crying, throw out more ballast, and the sand and the stones that we throw over come back into our faces as if they are going up. Throw down below towards the stars, so rapid is our descent. Here is the earth, the bhumi. Where are we? It is now past midnight, and we are crossing a broad, dry, well cultivated country. Here is the earth. ഭൂമിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
വേർ ആർ വി? നമ്മളിപ്പോൾ എവിടെയാണ്? ഇറ്റ് ഇസ് നൗ പാസ്റ്റ് മിഡ്നൈറ്റ്. ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. വി ആർ ക്രോസിംഗ് എ ബ്രോഡ് ഡ്രൈ വെൽ കൾട്ടിവേറ്റഡ് കൺട്രി. ഒരു വലിയൊരു നമ്മുടെ ആ ഒരു കൃഷി ചെയ്ത ഒരു പാടത്തിന്റെ സമയത്ത് നമ്മൾ എത്തി. ടു ദ റൈറ്റ് ഇസ് ദ ലാർജ് സിറ്റി. റൈറ്റ് സൈഡിലൊരു വലിയ സിറ്റി. ആൻഡ് ഫാർദർ അവേ ടു ദ ലെഫ്റ്റ് ഇസ് ആണ്, ലെഫ്റ്റിൽ മറ്റൊരെണ്ണം. ബട്ട് സഡൻലി ഫ്രം ദ എർത്ത് അപ്പിയേഴ്സ് എ ബ്രൈറ്റ് ഫെയറി ലൈറ്റ്. ഒരു കെട്ടുകഥകളിലും മറ്റും പോലെയുള്ളത് പോലെ ഭൂമിയെ നമുക്ക് തോന്നിച്ചു. അപ്പോൾ ഇങ്ങനെ മങ്ങി കുറച്ചു നേരം കാണാം, പിന്നെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ വന്നു. ഇറ്റ് ഡിസപ്പിയേഴ്സ്, റീഅപ്പിയേഴ്സ് ആൻഡ് വൺസ് മോർ ഡിസപ്പിയേഴ്സ്. ബട്ട് വൺ ഹാർഡ്ലി ഹാസ് എ ടൈം ടു സീ ദം ആസ് ദ ബലൂൺ പാസ് ആസ് ക്വിക്ക്ലി ആസ് ദ വിൻഡ്. എന്തായിരുന്നാലും ഈ കാറ്റിന്റെ ദിശ അനുസരിച്ച് ബലൂൺ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിയർ ഈസ് ദ എർത്ത്. വേർ ആർ വി? ഇറ്റ് ഈസ് നൗ പാസ്റ്റ് മിഡ്നൈറ്റ് and we are crossing a broad, dry, well-cultivated country. To the right is a large city, and further away to the left is another. But suddenly from the earth appears a bright, fairy light. It disappears, reappears, and once more disappears. But one hardly has the time to see them as the balloon passes as quickly as the wind. We are now quite near the earth, and Bear exclaims, "Look at that! What is that running over there in the fields? Isn't it a dog? Indeed, something is running along the ground with a great speed, and this something seems to jump over ditches, roads, trees with such ease that we could not understand what it might be." Then Captain Jovis, the captain, laughs. "It is a shadow of a balloon. It will grow as we descend." We are now quite near the earth. അല്ലേ, നമ്മൾ ഏകദേശം ഭൂമിയുടെ അഴകിൽ എത്തുന്നൊരവസ്ഥയിലേക്ക് എത്തി. Near the earth. But Bear exclaims, ഇപ്പോൾ മിസ്റ്റർ ബിയർ അവിടെ പറഞ്ഞു, "Look at that." ആ ഭൂമിയിലേക്ക് നോക്കുക. "Why is that running over there in the fields?" ആ പാടത്തൂടെ എന്താ ഇങ്ങനെ പോകുന്നത്? "Isn't it a dog?" അതൊരു ഡോഗ് ആണോ? "Indeed, something is running along the grounds with a great speed." എന്തായിരുന്നാലും അത് ആ ഭൂമിയിലൂടെ വളരെ വേഗത്തിലാണല്ലോ ഓടുന്നത്. "And something seems to jump over the ditches, roads, trees with some such ease that," അല്ലേ, "is that we could not understand what it might be." അല്ലെ, ഇത്രയും വേഗത്തിൽ മരങ്ങളും അവിടെ ചതുപ്പുകളും അതുപോലെ തന്നെ കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്തുകൂടി ഇത്രയും വേഗത്തിൽ എന്തായി ഈ ഓടുന്ന വസ്തു എന്താണ്? അപ്പോഴേക്ക് ക്യാപ്റ്റൻ ചിരിച്ചിട്ട് പറഞ്ഞു, "ദ ക്യാപ്റ്റൻ ലവ്സ്. ഇറ്റ്സ് എ ഷാഡോ ഫോർ ബലൂൺ." അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബലൂണിന്റെ നിഴല് മാത്രമാണ് ആ കാണുന്നത്. "ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്." നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. "I distinctly hear the great noise of frontiers in the distance, and according to the polar star we have been observing all night, we are heading straight for Belgium. Our siren and our two horns are continually calling. We below, where are we? But the balloon is going so rapidly that the bewildered man has not even time to answer us. The growing shadow of Lehorla, as large as a child's ball, is fleeing before us over the fields, roads and woods. It goes along steadily, preceding us by about a quarter of a mile, and now I am leaning out of the basket, listening to the roaring of the wind in the trees and across the harvest fields. I say to Captain Jovis, how the wind blows. I distinctly hear the great noise of frontiers in the distance. എനിക്കിപ്പോൾ ഇവിടുത്തെ ശബ്ദങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ തന്നെ കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. "And according to the polar star, we have been observing all night. We are heading straight for Belgium." അല്ലേ, അവിടുത്തെ ഒരു പോകുന്നതിൻ്റെ ഗതി വെച്ച് മനസ്സിലാക്കിയപ്പോഴേക്ക് നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബെൽജിയത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി. ബെൽജിയം ബോർഡേഴ്സ് ടു നെതർലാൻഡ്സ് ടു ദ നോർത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നെതർലാൻഡിനെയും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ജർമ്മനിയുടെയും ആ ഒരു സൗത്ത് ഈസ്റ്റ് ലക്സംബർഗിനെയൊക്കെ തന്നെ വേർതിരിക്കുന്ന അവിടെ നിന്നാണ് ബെൽജിയം. ഫ്രാൻസ് ടു ദ സൗത്ത് ആൻഡ് ദ നോർത്ത് സീ ഫോർ 70 kilometers ടു നോർത്ത് ഈസ്റ്റ്. ബ്രസിൽസ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ബ്രസിൽസ് ആണ് ഈ ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ. അപ്പോൾ നേരെ ബെൽജിയത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അല്ലെ, ഈ ബലൂണിന്റെ യാത്ര അങ്ങോട്ടത്തേക്കാണ് തോന്നുന്നത്. "Our siren and our two horns are continually calling." നമ്മൾ സൈറണും നമ്മൾ ഹോണും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. "We below, where are we?" But the balloon is going so rapidly that the bewildered man has not even time to answer us. അല്ലേ, ഈ ബലൂൺ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും ആൻസർ പറയാൻ കഴിയുന്ന അത്രയും വേഗത്തിൽ ബലൂൺ സഞ്ചരിക്കുകയാണ്. "The bewildered man has not even the time to answer us. The growing shadow of Lehorla is large as a child's ball." ഈ
ഇതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ബോളിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. ഈസ് ഫ്ലീയിങ് ബിഫോർ us over the fields, roads and woods. It goes along steadily, preceding us by about a quarter of a mile. And now I am leaning out of the basket, listening to the roaring of the wind in the trees and across the harvest fields. I say to Captain Jovis, how the wind blows. It goes along steadily. വളരെ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. Preceding us by about a quarter of a mile. And now I am leaning out of the basket. ഞാൻ ആ ബാസ്ക്കറ്റിൻ്റെ സൈഡ് നോക്കിയിട്ട് പറയുന്നു, ലിസണിങ് ടു റോറിങ് ഓഫ് ദ വിൻഡ്. ആ കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ദ ട്രീസ് ആൻഡ് അക്രോസ്. അപ്പോൾ കാറ്റ് മരത്തിലും മറ്റുമൊക്കെ തന്നെ കാറ്റ് വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് അനുമാനിക്കാം. ആൻഡ് അക്രോസ് ഹാർവസ്റ്റ് ഫീൽഡ്സ് ഐ സേ ടു ക്യാപ്റ്റൻ ജോവിസ്. ഞാൻ ക്യാപ്റ്റൻ ജോവിസിനോട് പറഞ്ഞു, ഹൗ ദ വിൻഡ് ബ്ലോസ്. ഈ കാറ്റ് വളരെ ശക്തമായിട്ടാണ് വീശുന്നത്. ഈ ആൻസർ ഇസ് നോ. Those are probably waterfalls. ഇത് കാറ്റിൻ്റെ ശബ്ദമായിരിക്കില്ല, ചിലപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റും ആയിരിക്കാം. I insist sure of my ear that knows the sound of the wind. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് കാറ്റിൻ്റെ ശബ്ദം തന്നെയാണ്. From hearing it so often whistle through the rigging, then Jovis nudges me. He fears to frighten his happy quiet passengers, for he knows full well that it is stormy spitswingers. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാപ്റ്റൻ അത് പുറത്ത് പറയുന്നത്? ക്യാപ്റ്റനും അറിയാം ശരിക്കും ഇതൊരു വിൻഡ് തന്നെയാണെന്ന് അറിയാമെങ്കിൽ പോലും തൻ്റെ ഫെലോ പാസഞ്ചേഴ്സിനെ ആരെയും ഭയപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. സഡൻലി ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ അപ്പിയേഴ്സ് ബിഫോർ us. പെട്ടെന്ന് ആ ടൗണിൻ്റെ ലൈറ്റ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി. ദാറ്റ് മീൻസ് നമ്മൾ കുറച്ചുകൂടി ടൗണിനെ ദർശിക്കാൻ തുടങ്ങി. Such a wonderful flow of fire appears below us that I think myself transported into some fairy land where precious stones are manufactured for giants. അവിടെ ഈ ടൗണിനെ കണ്ടപ്പോഴേക്ക് ഒരു കെട്ടുകഥയിലെയും മറ്റുമൊക്കെ തന്നെ കടങ്കഥയിലെയും മറ്റുമൊക്കെ ഒരു ടൗണിൽ നമ്മൾ എത്തിയതുപോലുള്ളൊരു ഫീലിങ്സ്. ഐ തിങ്ക് മൈസെൽഫ് ട്രാൻസ്പോർട്ട് ഇൻ ടു സം ഫെയറി ലാൻഡ്. ഒരു മാജിക്കൽ ലാൻഡിലേക്ക് നമ്മൾ എത്തിയോ, അങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടോ. വെർ പ്രഷ്യസ് സ്റ്റോൺസ് ആർ മാനുഫാക്ചർഡ് ഫോർ ജയൻസ്. ആ ജയൻസിന് വേണ്ടിയിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണോ? ദാറ്റ് മീൻസ് ഒരു ഏരിയൽ വ്യൂ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോഴേക്കുള്ള ആ ഒരു വെളിച്ചവും മറ്റുമൊക്കെ തന്നെ ആ പ്രഷ്യസ് സ്റ്റോൺസ് ജെയിൻസിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോകും തരത്തിലുള്ള പ്രകാശവും മറ്റുമൊക്കെ. ദ ക്ലൗഡ്സ് ആർ ഗ്യാദറിംഗ് ബിഹൈൻഡ് us, hiding the moon, whereas towards the east the sky is growing lighter, becoming clear and blue, tingled with red. It is dawn. It grows rapidly, now showing us all the little details of the earth, the trains, the brooks, the cows, the gods, and all this passes beneath us with a surprising speed. Cocks are crowing, but the voice of ducks drowns everything. The clouds are gathering behind us. നമ്മുടെ പിന്നിൽ മേഘങ്ങളൊക്കെ തന്നെയുണ്ട്. ആ മേഘങ്ങൾ എന്ത് ചെയ്തേക്കുന്നു? ആ മൂണിനെ ഹൈഡ് ചെയ്തു. Whereas towards the east the sky is growing larger. ഈസ്റ്റ് സൈഡിലെ സ്കൈ കുറച്ചുകൂടി ലാർജറായി ലൈറ്ററായി തോന്നുന്നു. becoming clear and blue, tingled with red. അല്ലേ? അപ്പോൾ ആകാശത്തെ ചെറിയൊരു ചുവന്ന കളറിൽ ആകാശം കാണപ്പെടുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡോൺ. പ്രഭാതമായിരിക്കുന്നു. ഇറ്റ് ഗ്രോസ് റാപ്പിഡ്ലി, നൗ ഷോയിങ് അസ് ഓൾ ദ ലിറ്റിൽ ഡീറ്റെയിൽസ് എർത്ത്. പ്രഭാതമായപ്പോഴേക്ക് ഭൂമിയിലെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേ? ദ ലിറ്റിൽ ഡീറ്റെയിൽസ് ദ എർത്ത്, ദ ട്രെയിൻസ്, ദ ബ്രൂക്സ്, ദ കൗസ്, ദ ഗോഡ്സ്, all this passes beneath us with a surprising speed. എല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോക്സ് ആർ ക്രോയിങ്. ആ കോഴികൾ എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ദ വോയിസ് ഓഫ് ഡക്സ് ഡ്രോൺസ് എവരിതിങ്. പക്ഷേ താറാവുകളുടെ ശബ്ദം മറ്റെല്ലാ ശബ്ദത്തെയും മുക്കിക്കളയുന്നു. The early rising peasants are waving their arms and crying to us, let's reversal drop, but we go along steadily, neither rising nor falling. അപ്പോൾ രാവിലെ പെസൻസും മറ്റോ നമ്മളെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. കൂടുതൽ താരുകയോ ഉയരുകയോ ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. leaning over the edge of the basket and watching the world fleeing under our feet. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് യാത്ര ചെയ്യാണ്. and indeed far ahead of us stretches a bright highway in the light of the dawning day. Yes, it is looks like a river, and Simmons river full of islands. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു റിവറും അതിലെ ഐലൻഡും ഒക്കെ തന്നെ പോലെ ഈ ഭൂമിയെ നമുക്ക് കാണാൻ കഴിയുന്നല്ലേ. വലിയൊരു റിവർ, അതിൽ ഐലൻഡ് പോലെയാണ് ഓരോരോ കെട്ടിടങ്ങളും മറ്റുമൊക്കെ തന്നെ നമുക്ക് തോന്നുന്നത്. Get ready for the descent, cries the captain. ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു ഈ ഡിസെന്റ് നമുക്ക് നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. He makes Mr. Malloy leave his net and return to the basket. Then we have packed the barometers and everything that could be insured by possible shock.
അല്ലേ? നമ്മളവിടെ ഭൂമിയിലേക്ക് വന്ന് വരുമ്പോഴേക്ക് അവിടെ ഒരു ഷോക്ക് കാരണം എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയോ മറ്റോ ഉണ്ടാകും, പോസിബിൾ ഇഞ്ചുറിയോ മറ്റോ ഉണ്ടാവുമെന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കാര്യങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തു. Barometers and everything that would be injured by possible shock. Mr. Besant this times, look at the mast of over there to the left, we are at the sea. നോക്ക്, നമ്മുടെ ഒരു സീയുടെ സമീപത്ത് എത്തിയെന്ന് മിസ്റ്റർ ബസന്ത് പറഞ്ഞു. Fog have hidden it from us until then. The sea is everywhere to the left and opposite us. Fog ആണോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. നമ്മുടെ ചുറ്റും കടൽ പോലെ കാണപ്പെടുന്നു. It is necessary to descend with a minute or two. 1-2 മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ താഴേക്ക് എത്തും. The rope of the escape valve, which has been religiously engrossed to a little white bag and placed in sight of all, so that no one will touch it. It unrolled and Mr. Mallet holds it in the hand while Captain Jovis looks for a favorable landing. അപ്പോൾ ഇത് താഴേക്ക് വരുമ്പോഴേക്ക് എസ്കേപ്പ് വാൽവ് വഴി കുറേയധികം എയർ പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇവർക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ഫേവറബിൾ ആ ലാൻഡിങ് നോക്കിയിട്ട് മിസ്റ്റർ മാലറ്റ് അവിടെ നിൽക്കുകയാണ്. മിസ്റ്റർ മാലറ്റ് ഹോൾഡ്സ് ഇറ്റ് ഇൻ ഹിസ് ഹാൻഡ് വൈൽ ക്യാപ്റ്റൻ ജോവിസ് ലുക്സ് ഫോർ എ ഫേവറബിൾ ലാൻഡിങ്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് ഒരു ഫേവറബിൾ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം നോക്കുന്നു, മാലറ്റ് അയാൾ അസിസ്റ്റ് ചെയ്യുന്നു. ബിഹൈൻഡ് us the thunder is numbling and not a single bird flows our mad flight. അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു മാഡ് ഫ്ലൈറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വി ആർ പാസിംഗ് ഓവർ എ കനാൽ. ദ ബാസ്കറ്റ് ട്രംബിൾസ് ടിപ്സ് ഓവർ സ്ലൈറ്റ്ലി. ചിലപ്പോൾ ഈ ബാസ്കറ്റ് ഒന്ന് ട്രംബിൾ ചെയ്യുന്നുണ്ട്. The gay rope touches the trees on both banks. We pass with the frightful rapidity over a large farm from which the bewildered chickens, pigeons, ducks fly away. നമ്മളെ കണ്ടുകൊണ്ട് അവിടെയുള്ള ചിക്കൻസും പീജിയൻസും ഡക്സും എല്ലാം തന്നെ മാറിപ്പോകുന്നു. While the cows, cats and dogs run terrified towards the house. കൗസും ക്യാറ്റ്സും ഡോഗ്സും ഒക്കെ തന്നെ പേടിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി. Just 1/2 of ballast is left. നമ്മുടെ കയ്യിൽ ഈ ബണല എന്ന് പറയുന്ന ഒരു ബാഗ് കൂടിയേ ഉള്ളൂ. Jovis throws it overboard and Lehorla flies slightly across the roof. Then Captain one more cries to escape the escape valve. ഇപ്പോൾ എസ്കേപ്പ് വാൽവ് വന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ ക്യാപ്റ്റൻ പറഞ്ഞു. മിസ്റ്റർ മാലർ reaches a rope and hangs to it. We drop like an arrow with the slash of a knife with the cord and retains an anchor cord and drag to the grapple behind us through the field of beads. Here are the trees. അപ്പോൾ ഇവരൊരു നമ്മുടെ ആങ്കറിങ് പോലെ ഒരെണ്ണം ഏതെങ്കിലും ട്രീയിലോ മറ്റോ കൊളുത്തി കഴിഞ്ഞാൽ ഈ ബലൂൺ എന്ത് ചെയ്യുകയുള്ളൂ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. ടേക്ക് കെയർ, ഹോൾഡ് ദ ഫാസ്റ്റ്, ലുക്ക് അറ്റ് ഓൺ ദെയർ ഫോർ യുവർ ഹെഡ്സ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ഏതെങ്കിലും വന്നിട്ട് ഇവരുടെ നങ്കൂരം ഒന്ന് ഉറപ്പിക്കാനായിട്ട് പറയുകയാണ്. വി പാസസ് ഓവർ ദെൻ ആൻഡ് ദെൻ എ സ്ട്രോങ് ഷോക്ക് ഷേക്സ് us. The anchor has been hold. അല്ലേ, ദ ആങ്കർ ഹാസ് ടേക്കൺ ഹോൾഡ്. അപ്പോൾ ആങ്കർ ആ നങ്കൂര് ഏതിലോ ഒന്നിൽ മരത്തിൽ അവർ പിടിപ്പിച്ചു. Look out, take a good hold, raise yourself by your wrist, we are going to touch the ground. അപ്പോൾ നിങ്ങളുടെ റിസ്റ്റ് അരയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വരുന്ന ഷോക്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾ സംഭവിച്ചേക്കാം. ശരിക്കും ശ്രദ്ധിച്ച് നിൽക്കുക, നമ്മൾ ഭൂമിയിലേക്ക് തൊടാൻ പോവുകയാണ്. The basket does not indeed strike the earth, then it flies up again once more, it falls and bounds upward again and it settles on the ground while the balloon struggles madly like a wounded beast. When the basket does not indeed strike the earth, basket ഭൂമിയിലേക്ക് വന്നു നിന്നു. Then it flies up again, ഒന്നുകൂടെ പൊങ്ങി വീണ്ടും തന്നു. Once more it falls and bounds upward again, മുമ്പോട്ടും മേളോട്ടും താഴോട്ടും പോയി. And at last it settles on the ground. ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തു. While the balloon struggles madly like a wounded beast. നമ്മുടെ ബലൂൺ ആണെങ്കിൽ ഒരു wounded beastനെ പോലെ, മുറിവേറ്റ മൃഗത്തിനെ പോലെ ഇങ്ങനെ വീണ്ടും പറക്കാനുള്ള നിലയിൽ നിൽക്കുകയാണ് അല്ലേ. Peasants run towards us. Peasants മറ്റൊക്കെ നമ്മുടെ അരികിലേക്ക് വന്നു. But they do not dare approach, for one cannot set foot on the ground and the bank is completely deflated. അപ്പോൾ നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ നമ്മുടെ ലേഹോർല ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്ലേറ്റ് ചെയ്താൽ മാത്രമേ, പൊളിച്ചാൽ മാത്രമേ ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. Then almost the same time as the bewildered men, some of them whom show their astonishment by jumping with the wild gestures of savages as the cows that grazing along the coast and came towards us. അപ്പോൾ അവിടെ കൗസിനെയും മറ്റുമൊക്കെ ഗ്രേസ് ചെയ്യാനെ കൊണ്ടുവന്ന ആൾക്കാരും മറ്റുമൊക്കെ നമ്മുടെ അരികിലേക്ക് വന്നു. സറൗണ്ടിങ് യുവർ ബലൂൺ വിത്ത് എ സ്ട്രേഞ്ച് ആൻഡ് കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ്, ബിഗ് ഐസ് ആൻഡ് ബിവിൽഡേർഡ് നോസ്ട്രിൽസ്. നമ്മുടെ ബലൂണിന്റെ ഷേപ്പ് കണ്ടിട്ട് അവരിങ്ങനെ നമ്മുടെ നിൽക്കുകയാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് ദി അക്കോമഡേറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റബിൾ ബെൽജിയൻ പെസൻസ്. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹസമ്പന്നരായ ബെൽജിയൻ പെസൻസിന്റെ സഹായത്താൽ വി ആർ ഏബിൾ ഇൻ എ ഷോർട്ട് ടൈം ടു പാക്ക് അപ്പ് അവർ മെറ്റീരിയൽസ് ആൻഡ് ക്യാരി ടു ദ സ്റ്റേഷൻ ഓഫ് ദ ഹേയസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു പോയി. നമ്മൾ അവിടെ നിന്ന് പോയി. വേർ അറ്റ് ദ 20 minutes past 8 we
ടേക്ക് ദ ട്രെയിൻ ടു പാരീസ്. അവിടുന്ന് അറ്റ് 20 minutes past 8 അല്ലേ, 8:20 നമ്മൾ അവിടുന്ന് പാരീസിലേക്കും. ദ ഡിസെൻറ്റ് ഒക്കേർഡ് അറ്റ് 3:15 in the morning. അപ്പോൾ എപ്പോഴാണ് 3:45 നമ്മൾ ഭൂമിയിലേക്ക് എത്തിയതാണ്. താങ്ക്സ് ടു ക്യാപ്റ്റൻ ജോവിസ്, താങ്ക്സ് ടു ദ ബ്രേവ് മാൻ, we were able to see in a single night from far up from the sky. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര നടത്തിയതിന് ക്യാപ്റ്റൻ ജോവിസിനോട് നന്ദി പറയുന്നു. ദ സെറ്റിംഗ് ഓഫ് ദ സൺ, സൂര്യാസ്തമയം, ദ റൈസിംഗ് ഓഫ് ദ മൂൺ, സൂര്യോദയം, ആൻഡ് ദ ഡോൺ ഓഫ് ദ ഡേ, ഒരു പ്രഭാതം ഒക്കെ നമ്മൾ കണ്ടു. ആൻഡ് ടു ഗോ ഫ്രം പാരീസ് ടു ദ മൗത്ത് ഓഫ് ദ ഷെഡൽ ത്രൂ ദ സ്കൈസ് അല്ലേ. അപ്പോൾ ഈ പാരീസിൽ നിന്ന് ഷെഡൽ എന്ന് വെച്ചാൽ ഇസ് എ റിവർ ദാറ്റ് റൈസ് ഇൻ ഫ്രാൻസ്, ഫ്ലോസ് ടു ദ ബെൽജിയം ആൻഡ് എംറ്റിനസ് ടു ദ നോർത്ത് സീ. നോർത്ത് സീയിലേക്ക് പോകുന്ന റിവറാണ്. അവിടെ വരെയുള്ള ആ ഒരു യാത്ര, ഇത്രയും മനോഹരമായ ഒരു യാത്ര, ആകാശത്തിലൂടെ ഒരു യാത്ര സംഘടിപ്പിച്ചു തന്നതിന് ക്യാപ്റ്റൻ ജോബിസിനോട് നമ്മുടെ ഓതറായ ആര് നന്ദി പറയാണ്? ഗേഡി മോപ്പസ് എന്ന് പറയുന്ന നമ്മുടെ ഓതർ നന്ദി പറയുകയാണ്. ഇതാണ് നമ്മുടെ ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഇതിൻ്റെ നന്നായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നോട്ട്സ് അടുത്ത ദിവസം നിങ്ങൾക്ക് അയച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.